എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചുങ്കടിയുടെ കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മുടെ ഒരു ചുങ്കടി ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചുങ്കടി ഇപ്പോൾ നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ചുങ്കടിയും സ്റ്റോൺ വാഷ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട്. സ്റ്റോൺ വാഷ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച കളേഴ്സൊക്കെ തന്നെയാണ്. അത് കാരണം പിന്നെ വീണ്ടും അത് ഒന്നുകൂടെ കാണിക്കാത്തത്. അപ്പോൾ ഈ കാണിക്കുന്ന ഐറ്റംസിൻ്റെ റേറ്റ് വരുന്നത് 160 GST ആണ്. 285 GSM ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കേട്ടോ. ക്വാളിറ്റിയിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾ പിടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ, നല്ല സൂപ്പർ ഐറ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ആ റേറ്റിലേക്ക് വന്നത് ഐറ്റത്തിന്. സ്റ്റോൺ വാഷിൻ്റെ റേറ്റ് മാത്രം 150 GST വരും. അപ്പം 5% GST ആഡാവും. GST ഉൾപ്പെടെ നമുക്ക് ഏകദേശം ഈ മെറ്റീരിയലാണെങ്കിൽ 168 രൂപയും സ്റ്റോൺ വാഷിനാണെങ്കിൽ 157 സംതിങ്ങിൻ്റെ അടുത്തേക്കും റേറ്റ് വരും കേട്ടോ. മിനിമം എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണ്. ഹോൾസെയിലായിട്ട് എടുക്കുമ്പോഴുള്ള റേറ്റാണ് പറഞ്ഞത്. അപ്പം 10 പീസ് എടുത്താൽ മാത്രമാണ് ഹോൾസെയിൽ ആ ഒരു റേറ്റിനകത്ത് കിട്ടുള്ളൂ. അത് താഴെയുള്ള റീറ്റെയിലായിട്ടാണ് കിട്ടുള്ളൂ. അപ്പോൾ റീറ്റെയിലിൻ്റെ റേറ്റും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് റേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ ഒരു ഐറ്റം ഹോൾസെയിലിൽ സെറ്റ് വൈസ് മാത്രമാണ് കിട്ടുള്ളൂ. സെറ്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 കളറാണെങ്കിൽ 5 കളർ, അല്ലെങ്കിൽ 6 കളറാണെങ്കിൽ 6 കളർ. അപ്പോൾ അത് നമ്മൾ നമ്മൾ പല ഇതിനകത്ത് പറയാറുണ്ട് അങ്ങനെ. അപ്പോൾ അത് ചിലർ നോക്കാറില്ല, ചിലർ നോക്കിയിട്ട് അത് ടിക്കറ്റ് അയക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്നോട് എടുത്ത കാര്യം പറയുന്നത്. പിന്നെ എന്ത് ഐറ്റാണെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഈ മെറ്റീരിയൽ കൂടാതെ സാധാ ബിറ്റ് നമുക്ക് സ്റ്റോക്കുണ്ട്, അജറക്ക് സ്റ്റോക്കുണ്ട്, എല്ലാ ഐറ്റത്തിൻ്റെയും സ്റ്റോക്കിൽ നമുക്ക് ഇരിക്കുന്നുണ്ട്. അപ്പം എല്ലാ ഡിസൈനും നിങ്ങൾക്ക് കിട്ടും. ചിലത് വീഡിയോ വരാത്ത ഡിസൈൻ വരെ അതിനകത്ത് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയക്കേണ്ട കാര്യമില്ല. പിന്നെ കാറ്റലോഗ് ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറ്റലോഗ് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ഡിസൈൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 മണിക്കൂറിൽ തീർന്ന് വീണ്ടും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടാറില്ല. അതുകൊണ്ട് നമ്മളത് സ്റ്റോക്കിൽ ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഫോട്ടോസ് കിട്ടും. അതുകൊണ്ടാണത് അങ്ങനെ പറയുന്നത്. പിന്നെ ഈ ഫോട്ടോസ് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ്, കട്ട്, GSM, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അയച്ചു വിടുന്ന കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ചുങ്കിടിക്ക് ഒരു പ്രത്യേകത, നമ്മളങ്ങനെ യൂഷ്വലി കണ്ടുവരുന്ന ഡിസൈനില്ല. കുറേ പണ്ട് പോലുള്ള ഡിസൈൻസിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുള്ള ചുങ്കിടിയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കമ്പനി ആണെന്ന് നോക്കുന്നവർക്ക് എടുത്ത് ഇതിന് ശരിക്കും ഒരു ബ്രാൻഡ് നെയിം പറയാനില്ല. മെയിൻ ബ്രാൻഡുകളായി ഇപ്പോൾ വർദ്ധമാൻ അവരൊന്നും ഇത് ചെയ്യുന്നില്ല. ഇത് കൂടുതലും പ്രോസസ്സിങ് ഹൗസുകളാണ് ചെയ്യുന്നത്. അപ്പം അവിടെയുള്ള ഒരു നല്ലൊരു പ്രോസസ്സിങ് ഹൗസിൻ്റെ ഐറ്റമാണ്, നല്ല ഐറ്റമാണ്. ഇപ്പോൾ 285 GSM ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അത്യാവശ്യം ഇതറിയാം. പിന്നെ തുണിയുടെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, തുണിയുടെ കട്ടിയിലല്ല നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ രാജവെടുപ്പിൻ്റെ വെച്ചിട്ട് കനം തോന്നിക്കും, പ്രൊഫഷനെ വെച്ച് കനം കുറവ് തോന്നിക്കും. അപ്പം അത് തമ്മിൽ ഭയങ്കര ക്വാളിറ്റി വ്യത്യാസമാണ്. അങ്ങനെ 1-2 പേര് നമ്മുടെ സംസാരിക്കണം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കട്ടിയിലല്ല അതിൻ്റെ ഇത് വരുന്നത്. അതിനകത്ത് വേറെ പല ആസ്പെക്റ്റുണ്ട്, ത്രെഡ് കൗണ്ട്, കാര്യങ്ങൾ, അങ്ങനെ കുറേ ആസ്പെക്റ്റ് നോക്കിയിട്ടാണ് തുണിയുടെ ക്വാളിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ ആരും കട്ടി കുറവാണ് അങ്ങനെ ഒന്നും പേടിക്കരുത് കേട്ടോ. മറ്റേ നമ്മുടെ സാധാ തുണിയുടെ കാര്യത്തിൽ അത് ഒന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അത് മറന്നുപോയി. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മളത് കാര്യം പറഞ്ഞത്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ഐറ്റം നിങ്ങൾ ഓർഡർ ചെയ്തു, ഒരു ദിവസം കഴിയുമ്പോൾ നിങ്ങളത് പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ 1-2 പ്രാവശ്യം നമ്മൾ ചോദിക്കും പേയ്മെൻറ്റിൻ്റെ ഐസ്. റെസ്പോണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ഓർഡർ ക്യാൻസൽ ചെയ്യും. ആ ഓർഡർ ക്യാൻസലായി കഴിഞ്ഞിട്ട് പിന്നെ ഐറ്റം തന്നെ വേണം എന്ന് പറഞ്ഞാലോ നിങ്ങൾക്ക് ആ ഐറ്റം കിട്ടില്ല. പിന്നെ ഇങ്ങനെ ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത് ഭാവിയിൽ പ്രശ്നമാവും. അതെല്ലാവരും ഓർത്ത് വെച്ചേക്കും കേട്ടോ. ഓർഡർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നവർക്കുടെ അടുത്താണ് പറയുന്നത്. ഈ നമ്മുടെ സമയത്തിനും വിലയുണ്ട്. നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾക്ക് എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് തരുന്നത്. നിങ്ങൾ ഈ ഒരു സ്ഥാനത്തിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ട് വരാം. നമ്മളിപ്പോൾ വർക്കിംഗ് ഡേയ്സ് നമ്മുടെ വരുന്നത് തിങ്കൾ മുതൽ ശനി വരെയാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം വരുന്നത്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. ഓൺലൈനായിട്ട് വേണ്ടവർക്ക് വാട്സാപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. ഇന്ത്യ പോസ്റ്റ്, കൊറിയർ, പാഴ്സൽ സർവീസ്, ഇത് 3 വഴിയാണ് നമ്മൾ ഐറ്റംസ് എല്ലാ സ്ഥലത്തേക്ക് അയക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ ഡെലിവറി അവൈലബിൾ ആണ്. അപ്പോൾ മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ മെറ്റീരിയൽസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ ഡിസൈൻ അല്ല വന്നത്, ചില സമയത്തൊക്കെ ചില മിസ്റ്റേക്ക് സംഭവിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മെറ്റീരിയൽ റിട്ടേൺ എടുക്കാം. അതിനൊന്നും യാതൊരു പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചില സമയത്ത് രാത്രി ഓർഡർ എടുക്കുമ്പോൾ ലൈറ്റിൻ്റെ അഭാവം മൂലം ചില കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡാർക്കർ ഗ്രേ പിന്നെ ഒരു ബ്ലൂ ഒക്കെയാണ് നമ്മൾ എടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കാണ്, നമ്മളത് മാറ്റി തരാം കേട്ടോ. പിന്നെ നിങ്ങൾ എപ്പോൾ അഡ്രസ്സ് തരുമ്പോൾ നിങ്ങളുടെ പിൻകോഡ് കറക്റ്റായിട്ട് തരാൻ ശ്രദ്ധിക്കണം. ഏതിനകത്താണ്, ഇന്ത്യ പോസ്റ്റോ പാഴ്സലോ കൊറിയർ ആണെങ്കിലും പിൻകോഡ് ബേസ് ചെയ്താണ് ഐറ്റം പോകുന്നത്. നിങ്ങൾ പിൻകോഡ് തെറ്റിച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഡെസ്റ്റിനേഷനിലേക്ക് ഐറ്റം പോകും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയണത് പിൻകോഡ് കറക്റ്റായിട്ട് തന്നെ എന്ന് പറയുന്നത്. ഇപ്പോഴും പലരും പിൻകോഡ് അയക്കില്ല. നമ്മൾ വീണ്ടും ആ ഒരു ബില്ലിങ് കഴിഞ്ഞിട്ട് നമ്മളത് പിന്നെ നോക്കുമ്പോഴായിരിക്കും പിൻകോഡില്ല, പിന്നെ നമ്മളത് ചോദിച്ച് പോകണം.
തിരക്കിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ വിട്ടും പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പിൻകോഡ് എപ്പോഴും തന്നം എന്നുള്ളത് വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു ഡിസൈൻസാണ് കൂടുതലും ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. അതിനകത്ത് തന്നെ പല കളറിനും ചെറിയൊരു വ്യത്യാസം പോലെ തോന്നിക്കും, ഡിസൈൻ വ്യത്യാസം പോലെ തോന്നും. പക്ഷേ അത് അങ്ങനെയല്ല, ഒരു ഡിസൈനിൽ തന്നെ ഉള്ളതാണ്, കളറൊന്നും മാറിയതായിട്ടൊന്നുള്ളൂ. അപ്പോൾ ഡിസൈൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഡിസൈനും വീഡിയോ ആയിട്ട് കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.